ഹലോ, എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിലെ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 2 വലിയ സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഏകദേശം വളരെ നൈസായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തന്നെ സവാളയുടെ ഗ്രേവിയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ സവാള ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ മുറുക്കിയെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില എടുക്കുക. അതിനുശേഷം 2 പച്ചമുളക്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതുകൂടി എടുക്കുക. ഇത്രയും മതി ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കതൊരു ചട്ടി വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ട്രിക്കാണ് നമ്മൾ ഉപ്പിടുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായി ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് സവാള ഒരുപാട് കരിഞ്ഞിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തളർന്ന് കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് സവാള വേണ്ടത്. അപ്പോൾ അത്രയും മാത്രം നമ്മൾ സവാള വഴറ്റി കൊടുത്താൽ മതി. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞത് സവാള വഴറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ചേർക്കേണ്ടത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണമെല്ലാം സവാളയിലും ആ ഡിഷിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അത്രയും ആവശ്യമില്ല. അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലോണം തളർന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊടി ചേർക്കാം. ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. ഒരു നല്ലോണം മൂത്ത് കിട്ടണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ കളറും ടേസ്റ്റും കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഗ്രേവിയാക്കി നോക്കുക. ഇപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവാൻ തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിനകത്ത് ഒരുപാട് ചാറായിട്ട് ഗ്രേവി ആയിട്ട് വേണ്ട, ഒരു തിക്ക് ഗ്രേവിയിലാണ് നമുക്ക് സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇത്രയും വെള്ളം മതി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഈ സമയത്ത് നമുക്ക് ചെറിയൊരു മധുരിപ്പ് ഉണ്ടാവുക കറിക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ ഒരല്പം കൂടി 1/4 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമുക്കിതിന് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനെല്ലാം ഈ മുട്ടയെല്ലാം ഇതിനകത്ത് കിടന്നൊന്ന് തിളക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ട് ആ മുട്ടയും ആ സവാളയൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, നല്ലോണം വെള്ളമൊക്കെ വറ്റി ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്തിരി കൂടി ഗ്രേവി വേണമെന്നാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് വല്ല ചൂടുവെള്ളമോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ. നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഡിഷിന്. ശരിക്കും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചി തന്നെയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനുള്ള അടിപൊളി ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.